ഒട്ടനവധി നാടകങ്ങളിലും സീരിയലുകളിലും സിനിമകളിലും പല വേഷങ്ങളിലൂടെ തിളങ്ങിയ ശ്രീ മക്കു മൈനാഗപ്പള്ളിയും ഭാര്യ ബിന്ദുവുമാണ് ഇന്ന് പാവൽ മീഡിയയുടെ കൂടെയുള്ളത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ കാഴ്ച എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചത് ശരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എൻ്റെ ആദ്യ ചലച്ചിത്രമാണ് കാഴ്ച എന്ന് പറയുന്ന ചിത്രം. പമ്പരത്തിൻ്റെ പ്രവർത്തന വേളയിലാണ് കാഴ്ചയിലേക്ക് എന്നെ ക്ഷണിക്കുകയല്ല, എൻ്റെ പ്രൊഡ്യൂസറായിരുന്ന സേവ്യർ മനോ മാത്യു സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ സാറിനെ പോയി കാണുന്നത്, ബ്ലെസ് സാറിനെ പോയി കാണുന്നത്. തിരുവല്ലയിലെ ഗസ്റ്റ് ഹൗസിൽ പോയി അദ്ദേഹത്തെ കണ്ട്, പിന്നെ വേറൊരു ദിവസം സേവ്യർ സാറിൻ്റെ കാറിൽ തന്നെ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി പരിചയപ്പെടുത്തി. പമ്പരത്തിൽ അഭിനയിക്കുന്ന നടനാണ്, അദ്ദേഹത്തിനൊരു വേഷം കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കാഴ്ചയിലെ വേഷം കിട്ടുന്നത്. ആദ്യമായിട്ട് ഞാൻ അതിൽ അഭിനയിക്കാൻ പോകുന്നത് തന്നെ പമ്പരത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് രാത്രിയിൽ ഒരു 2 മണിക്ക് കരുനാഗപ്പള്ളി വന്ന്, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് ആട്ടോ വിളിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് നേരെ കഞ്ഞിപ്പാടത്ത് ഷൂട്ടിങ്ങിന് ചെല്ലുന്ന സമയത്ത് അവിടെ മൊത്തം ഇങ്ങനെ വടം കൊണ്ട് കെട്ടി ആൾക്കാരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് മമ്മൂക്കയാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മൂക്കോയ ആയിരിക്കും, ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. ഞാൻ നേരത്തെ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സാക്ഷാൽ ഇദ്ദേഹമാണ്. ഞാൻ വല്ലാതായി പൊന്നിട്ട് പോയി, ഈ അടിയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞതുപോലെ. അപ്പോഴത്തെ ആദ്യത്തെ ഡയലോഗ് തന്നെ, കിഴക്കൻ മലയിൽ ഭയങ്കര പെയ്ത്ത, അതായി കുത്തൊഴുക്ക് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്. കിഴക്കൻ മലയിൽ ഭയങ്കര പെയ്ത്ത, അതായി കുത്തൊഴുക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഭയങ്കര പെയ്ത്തൊന്നുമല്ല, കിഴക്കൻ മലയിൽ ഭയങ്കര പെയ്ത്ത, അതായി കുത്തൊഴുക്ക്, അങ്ങനെ നോർമലായിട്ട് പറഞ്ഞാൽ മതി. അദ്ദേഹം എനിക്ക് തിരിച്ചു തന്നു. ഞാൻ പറഞ്ഞു ശരി ശരി സാറെന്ന് വെച്ചു. ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ്, കാരണം ക്യാമറയും അതും ഇതും എല്ലാം അവിടെ ആദ്യമായിട്ടാണ് ഈ ഫിലിം റോൾ ചെയ്യുന്നതിൻ്റെ ശബ്ദവും എല്ലാം അവിടെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ അകപ്പെട്ടു പോവുക. അപ്പം ഞാൻ പറഞ്ഞു അത് ഫസ്റ്റ് ടേക്ക് തന്നെ അത് ഓക്കെ ആയി, വലിയ കുഴപ്പമില്ലാതെ പോയി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ തന്നെ തസ്കരവീരൻ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷം കിട്ടുന്നത്, ഒരു തിയേറ്റർ ഓപ്പറേറ്ററായിട്ട് കിട്ടുന്നത്. പിന്നെ തുടർന്ന് നിരവധി സിനിമകളിൽ ഇങ്ങനെ വേഷം, അതൊരു പാൽക്കാരൻ്റെ വേഷമായിരുന്നു. പാല് വിൽക്കുന്ന, വള്ളത്തിലൊക്കെ പാല് കൊണ്ടു കിടന്ന് വിൽക്കുന്ന ഒരാളാണ്. അപ്പം മമ്മൂക്ക ചെയ്യുന്ന വേഷത്തിൻ്റെ ആ വീട്ടിൽ നിന്ന് പാല് വാങ്ങിച്ച് അദ്ദേഹം വള്ളത്തിൽ ആ ഗ്രാമങ്ങളിലെല്ലാം കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതിനുശേഷം തസ്കരവീരനിൽ ഒരു അദ്ദേഹം തന്നെ വിളിച്ചിട്ടാണ് ആ ഒരു വേഷം തരുന്നത്, ഒരു തിയേറ്റർ ഓപ്പറേറ്ററായിട്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ബൈക്കിൽ പോകുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരിയും നല്ല സീനുകളുണ്ട്. എന്നോട് ഒരു പ്രത്യേക അനുകമ്പയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ചങ്ങാതി, ഏതൊക്കെ സിനിമകളിൽ ഞാൻ കാഴ്ച, തസ്കരവീരൻ, ചങ്ങാതിപ്പൂച്ച, സകുടുംബം ശ്യാമള, ഇമ്മിണി നല്ലൊരാൾ, ഞാൻ പെറ്റ മകൻ തുടങ്ങി 10 നോവൽ 14 സിനിമകളിലോളം. മമ്മൂക്കയെപ്പോലുള്ളൊരു വലിയ നടൻ്റെ കൂടെ ഒരു ചെറിയ വേഷം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ അവാർഡാണ്. അത് നമുക്ക് ഓരോ സെറ്റിൽ ചെല്ലുമ്പോഴും കിട്ടുന്ന ആനുകൂല്യം ഭയങ്കരമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേഷം ചെയ്ത് കൂടെ അഭിനയിച്ചു എന്നുള്ളതൊരു വലിയ ധൈര്യവും വലിയ ഒരു ആത്മവിശ്വാസവും നമുക്ക് തരും. അപ്പോൾ ആദ്യമായിട്ട് ബ്ലെസ് സാറിൻ്റെ സംവിധാനത്തിന് കീഴിലാണല്ലോ അഭിനയിക്കുന്നത്. അത് തന്നെ ആ സിനിമയ്ക്ക് തന്നെ അവാർഡ് ഉണ്ടായിരുന്നു. നല്ല നടനുള്ള അവാർഡ്, നല്ല സിനിമയ്ക്കുള്ള അവാർഡ്, നല്ല സംവിധായകനുള്ള അവാർഡ് ഒക്കെ അതിൽ ലഭിച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം, ഒരു മറ്റൊരു സിനിമയുടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കൊരു കസേര ഉറപ്പാണ്. അത് ഒരു നടനെന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ആനുകൂല്യമല്ല അത് മമ്മൂക്ക എന്ന് പറയുന്ന ആ മഹാപ്രതിഭയ്ക്ക് ഉള്ള ആദരവിൻ്റെ ഒരു ചെറിയ അംശമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമ്മളെ ആ സെറ്റിൽ ഗവനിക്കുക, ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമായി നമുക്ക് ആനുകൂല്യം കിട്ടുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭയിൽ നിന്ന് നമുക്ക് കിട്ടിയ ചെറിയൊരു പങ്കാണ്. അത് ഒരു വലിയ അനുഭവമായിട്ട്. ബ്ലെസ് സാറിന്റെ തന്മാത്രയിലും ഡബ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ അതെ. അതെങ്ങനെയായിരുന്നു? അത് തന്മാത്രയിൽ ഒരു ദിവസം ഞാൻ ഇവരുടെ വീട്ടിലായിരുന്നു, വൈഫിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു ആങ്ങള വന്ന് പറഞ്ഞു ഇങ്ങനെ ബ്ലെസ് സാറ് വിളിച്ചു, ഇങ്ങനെ. ഞാൻ പറയുമ്പോൾ അവിടുത്തെ കള്ളം പറയാൻ പറഞ്ഞു. അല്ലടാ സത്യമാണ്, ഞാൻ വിളിച്ചത്, ഈ നമ്പറിൽ തിരിച്ച് വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, തന്മാത്രയുടെ ഡബ്ബിങ് നടക്കുകയാണ്, ഒന്ന് ഡബ്ബ് ചെയ്യാവോ? ഡബ്ബിങ് വരാം, അത് എപ്പോൾ എത്താൻ പറ്റും? ഞാൻ പറഞ്ഞു ഇപ്പം മുതൽ ഒരു 2.5-3 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്താമെന്ന് പറഞ്ഞു. അപ്പം അത് നമ്മുടെ വിസ്മയ സ്റ്റുഡിയോയിലായിരുന്നു, കഴക്കൂട്ടത്തിന് കിഴക്കുള്ളത്.
ഞാൻ ഇവിടുന്ന് പോകുന്ന വഴിയിൽ എൻ്റെ ചിന്ത ഏതായിരുന്നു, അദ്ദേഹത്തെ പോലെ ഒരു വലിയ പ്രതിഭയ്ക്ക് ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റിനും ഒന്നും ക്ഷാമമില്ലാത്തതാണല്ലോ. അപ്പോൾ അത് എന്നെ വിളിക്കാൻ എന്താണ് കാരണം? അപ്പോൾ അത് എന്നെ വല്ലാതെ ആ യാത്രയിൽ തന്നെ എന്നെ വല്ലാതെ ചിന്തിച്ചു, എന്താണ് അതിൻ്റെ കാരണം? ഇത്രയും വലിയ ഒരു ഡയറക്ടർക്ക് ഇഷ്ടംപോലെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് കേരളത്തിലുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം ക്ഷണിക്കുന്നതിന് എന്താണ് കാരണം കാണുമായിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ചെന്ന് പരിചയപ്പെടുമ്പോൾ ഇന്നസെന്റ് ചേട്ടനും ബ്ലസ്സി സാറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമസ്തേ സാറേ. മക്കു, ഇത് ഇന്നസെന്റ് ചേട്ടനെ പരിചയപ്പെടുത്തിയത് മക്കു മൈനാഗപ്പള്ളി നമ്മുടെ കാഴ്ചയിലുണ്ടായിരുന്നു, അത് ഈ ചെറിയ ഡബ്ബിങ്ങിന് വന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കൺസോളിൽ ചെന്ന് എൻ്റെ ഈ സൗണ്ട് എഞ്ചിനീയറെ കണ്ട് സംസാരിച്ച്, എന്നിട്ട് തിയേറ്ററിൽ കയറി ഫിലിമെല്ലാം ഇട്ട് കണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പൈലറ്റ് വരെ ഡബ് ചെയ്തിരിക്കുകയാണ്. ഈ വഴി വെട്ടിയത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ ഈ സാധനം ചുമന്ന് എൻ്റെ നടുവിൻ്റെ കാണി പറഞ്ഞു പോകുന്നുള്ള ആ ഡയലോഗ്, അതും പിന്നെ 1-2 കൊച്ചു ഡയലോഗുണ്ട്. അത് ഈ ലാൽ സാറ് പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം നിരന്തരം അവിടെ വരുമ്പോൾ വഴി വെട്ടണം എന്ന് പറയുന്നു. പക്ഷെ വഴി വെട്ടിയതിന് ശേഷം അദ്ദേഹം എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ബോധതലം ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് എത്തുന്നത്. അവിടെ ഈ വീട്ടിലെ കർഷകൻ, വീട്ടുപണിക്കാരൻ അതൊന്നുമല്ല വിഷയം. ഈ വഴി വെട്ടിയില്ലായിരുന്നെങ്കിൽ സാധനം ചുമന്ന്, കാരണം 150 പടി കയറണം, ചുമന്ന ഇയാളുടെ നടുവിൻ്റെ കാണി പോകുമെന്നുള്ള ഡയലോഗ്, അത് വളരെ വല്ലാത്തൊരു സീനകത്ത്. ആ ഡയലോഗ് പറയാനാ വേറെ ചെയ്തിരിക്കുന്നത് ആ ലൈവിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നെ വിളിച്ചത്, അങ്ങനെ തോന്നുന്നു. 1-2 റിഹേഴ്സൽ കഴിഞ്ഞു, സാറിന് ഇഷ്ടപ്പെട്ടു, അത് ചെയ്തു. അതൊരു വലിയ അനുഭവമായിരുന്നു. അത് ഒരു നോർമലായ ശബ്ദത്തിൽ അത് ചെയ്തു. അതിനു മുമ്പ് നമ്മളെ ഈ ഇദ്ദേഹത്തിന്റെ സിനിമ ഉണ്ട്, ഈ അത്ഭുത ദ്വീപില് കുറെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുത്തിട്ടുണ്ട്. നിരവധി കഥാപാത്രങ്ങൾ, ഒരു 3-4 സിനിമയിൽ ചെറിയ വേഷങ്ങൾക്ക് ശബ്ദവും കൊടുത്തു. പിന്നെ ഡയറക്ടർ രാജസേനനുമായിട്ടുള്ള എക്സ്പീരിയൻസും കൂടെ ഒന്ന്. അത് അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് പോകുന്നത് അത് ഈ കാലയളവിലല്ല. കാഴ്ച കടിയുന്നു, തസ്കരവീരൻ കുറച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ അതിന്റെ അവധിയിലാണ് ഒരു അനിലേട്ടൻ വിളിക്കുന്നത്, മക്കുവിനതുപോലെ രാജസേന സാറിനെ ഒന്ന് കാണണം, ഒരു ഇതുണ്ട്, നമുക്കൊന്ന് കാണാം. വർക്ക് തുടങ്ങിയില്ല, എൻ്റെ ചർച്ച പാലക്കാട് നടക്കുകയാണ്, നമുക്കൊന്ന് വരാമെന്ന്. ഞാൻ പറയും പറ്റത്താ വരാമെന്ന് പറയാൻ. അവിടെ ചെന്നപ്പോൾ അവർ മദ്രാസിലോ മറ്റോ പോയിരിക്കുമോ, രാവിലെ വരത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു റൂമൊക്കെ അവരെടുത്ത് തന്നു. ഞാൻ അവിടെ തങ്ങി. പിറ്റേ ദിവസം രാവിലെ രാജസേന സാർ വന്ന് ഞാൻ പോയി കണ്ട് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ അനിലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം സംസാരിച്ച് കോസ്റ്റ്യൂമിൻ്റെ അളവൊക്കെ എടുത്ത് ഇന്നതുപോലെ ഒരു വേഷമുണ്ട് അതിനകത്ത്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടൊരു വേഷമാണ് ചെയ്യണം. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ജയസൂര്യയും സലീം കുമാർ, ഞാൻ, പിന്നെ വേറൊരു സുഹൃത്ത്, ഞങ്ങൾ 4 പേരും ഒരു കമ്പനിയായിട്ടുള്ളൊരു വേഷമാണ് അതിനകത്ത്. പിന്നെ കൊച്ചുപ്രേമൻ ചേട്ടനും ഇന്ദ്രൻസും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ നമ്മൾ ഈ കോമഡി ആണല്ലോ, ഇപ്പം അദ്ദേഹം നമുക്ക് അങ്ങനെ അധികം ചെയ്യാൻ പറ്റത്തില്ല, ചില പരിമിതികളുണ്ട്. അതിൻ്റെ കൂടെ ചെയ്യുമ്പോൾ അത് കുറേ ഒത്തിരി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. എല്ലാവരുടെ അടുത്തു നിന്നും ഓരോന്നോരോന്നോരോന്നോ പഠിക്കാനുണ്ട്. തന്നെയല്ല, ഈ പ്രതിഭകളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരിയും കാര്യങ്ങൾ അറിയാതെ നമ്മൾക്ക് ഇങ്ങനെ വന്നു ചേരും. നമ്മൾ ഈ ഉറുമ്പിൻ്റെ കൂട്ടിലാണ് നിൽക്കുന്നെങ്കിൽ ഉറുമ്പ് ഇങ്ങനെ ശരീരത്തിൽ കയറുന്നത് പോലെ പ്രതിഭയുടെ കൂടെ നിൽക്കുന്നു കഴിയുമ്പോൾ നമ്മളിലേക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ അറിയാതെ വരും. പിന്നെ നമ്മളത് പിന്നീട് ചിന്തിക്കുമ്പോഴേക്കും ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. അവരൊക്കെ എങ്ങനെയാണ് ഈ ഇതിനോട് പെരുമാറുന്നത്, കലയെ അവരെങ്ങനെ കാണുന്നത്, കലയൊക്കെ എങ്ങനെയാണ് അവർക്ക് വഴങ്ങി കൊടുത്തിരിക്കുന്നത്, നമുക്കങ്ങനെ വഴങ്ങി കിട്ടുന്നില്ലല്ലോ, അത് എങ്ങനെ കിട്ടുമെന്നൊക്കെ ഉള്ള ചിന്തകൾ വരുന്നത് അങ്ങനെയാണ്. നല്ല അനുഭവങ്ങളാണ് സിനിമയിൽ. സിനിമാഭിനയങ്ങൾ, അതായത് പുതിയ വേറെ ഏതെങ്കിലും ഡയറക്ടേഴ്സുമായിട്ട് അഭിനയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും, അതായത് ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളായിട്ട് എന്തെങ്കിലും? അങ്ങനെ മറക്കാനാവാത്ത അനുഭവങ്ങളായിട്ടൊന്നുമില്ല. ഞാൻ അവസാനം ഈ കോവിഡിന് ശേഷം ചെയ്തത് ഞാൻ പെറ്റ മകൻ, അതിനകത്ത് ശ്രീനിവാസൻ സാറായിരുന്നു നായകൻ. അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ട് ഒരു ഗ്രാമ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരു തമിഴ് കഥാപാത്രമായിരുന്നു, തമിഴായിരുന്നു അതാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഈ നാടകങ്ങളിലുള്ള ചില തിരക്കുകളുണ്ട്. ഈ നാടകങ്ങളിൽ നമ്മുടെ ഒരു വർഷത്തെ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചിലത് വിളിച്ചാൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ അത് സിനിമ ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു മാർഗം, അല്ലാതെ വേറെ മാർഗമില്ല. ഇത് നാടകം ഒഴിവാക്കാൻ പറ്റത്തില്ല, അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെയും കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സീരിയലിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? നാടകത്തിൽ കൂടെയാണോ അതോ മറ്റ് ഏതെങ്കിലും ബന്ധത്തിൽ കൂടിയുള്ള വഴിയായിരുന്നോ സീരിയലിലേക്കുള്ള രംഗപ്രവേശം? ഞാൻ സീരിയലിലേക്ക് വരുന്നത് നാടകത്തിന്റെ പിന്തുടർച്ചയായിട്ടാണ്. നമ്മുടെ മൈനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് നാടകം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ സംഗീതം പഠിക്കാൻ പോയി. അതൊരു വലിയ സംഭവമായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശാലമായ ഒരു
കലാവിഭാഗമാണ് സംഗീതം. അവിടെ യാതൊരു ധാരണയില്ലാതെ ഞാൻ ചെല്ലുകയാണ്. ഇപ്പം എനിക്ക് മൃദംഗമായിരുന്നു ഇഷ്ടം, പക്ഷേ കിട്ടിയത് വയലിനാണ്. വയലിൻ പഠിക്കുന്നതിനിടയിൽ ഞാൻ നാടകവുമായി ബന്ധപ്പെട്ട് നാടകത്തിലേക്ക് പോവുകയും അങ്ങനെ ഒരു ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിൽ ഒരു സീരിയലിൻ്റെ മ്യൂസിക് കമ്പോസിങ് നടക്കുക. അപ്പോൾ അജി സരസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ് അവിടെ മ്യൂസിക് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണാൻ കയറി പോവുക. ഞാൻ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഞാനിങ്ങനെ വല്ലാതെ മുടന്തി കയറിപ്പോയി. അപ്പോൾ ഒരു താടി വെച്ചൊരു മനുഷ്യൻ താഴോട്ട് ഇറങ്ങി വരുന്നു. അദ്ദേഹം എനിക്ക് ഒതുങ്ങി തന്നു. ഞങ്ങളവിടെ പോയി കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇതേ സ്ഥലത്ത് വെച്ച് അദ്ദേഹം വീണ്ടും മുകളിലേക്ക് വരുന്നു, ഞാൻ താഴേക്ക് നോർമലായിട്ട് ഇറങ്ങി വരുന്നു. അപ്പം അദ്ദേഹം അവിടെ ചെന്ന് ചോദിച്ചു ഇതാരാണ്. അപ്പം അജി സരസ് സുഹൃത്തുക്കളെല്ലാം പറയുന്നത് മക്കൂ മൈനാഗപ്പള്ളി നാടക നടനാണ്. അയാളെന്തോ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയപ്പം ഇങ്ങനെയാണല്ലോ പോയത്. പുള്ളിയുടെ കയ്യിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, ആ പുള്ളി നമുക്ക് ഇതിനകത്ത് വിളിച്ചാലോ, സീരിയലിൽ വിളിച്ചാലോ എന്ന് പറഞ്ഞാൽ ഞാൻ ആ സീരിയലിൽ വെള്ളായണി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചൊരു പക്ക വില്ലനാണ്. വില്ലൻ വന്നിട്ട് കത്തിയൊക്കെ കുത്തി വെച്ചിട്ട് പഴമൊക്കെ ഇരിഞ്ഞ് നിന്നിട്ട് ഓടിപ്പോകുന്ന ഒരു കൊച്ചു വേഷമായിരുന്നു. അപ്പം അത് വന്നത് മധു കൈനകരി സാറായിരുന്നു പിന്നെ ആദ്യമായിട്ട് അതിൽ വേഷം തരുന്നത്. നമ്മൾ കുമരകം രഘുനാഥ ചേട്ടൻ പിന്നെ സീരിയലിലൊക്കെ ഞാൻ സ്റ്റാറായി നിൽക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തെ വെച്ച് ഈ മധുചേട്ടൻ മധുസാറ് കൈനകരി മധുസാർ ഒരു സീരിയൽ ചെയ്യുന്നു. അപ്പം അതിലെനിക്ക് നല്ലൊരു വേഷം തന്നു. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാടകം കളിച്ച് കഴിയുമ്പം നാടകത്തിൻ്റെ ഷോക്കാർഡ് ഡിസൈനറായ സോണ, അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച ഷോക്കാർഡ് ഡിസൈൻ ചെയ്യുന്ന അദ്ദേഹം. ഞാൻ സംഗീത കോളേജിലെ ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് ഷോക്കാർഡ് ചെയ്യുക, അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുക, അത് വെട്ടുക, വരയ്ക്കുന്നതിലല്ല എല്ലാം ഈ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പമ്പരത്തിൻ്റെ വർക്ക് തുടങ്ങി. അതിൽ സോണയും അദ്ദേഹമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഒരു ടോമേട്ടനും ഹാരിസൺ സാറുമായിട്ട്. അങ്ങനെ അവരുടെ ഒരു ഇതിലേക്ക് എന്നെ പരിചയപ്പെടുത്തുന്നു. ടോമേട്ടനെയും ഹാരിസൺ സാറിനെയും കാണുന്നു. അവർ വഴിയാണ് ഞാൻ പമ്പരത്തിലേക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ കലാലോകത്ത് ഇന്ന് എന്നെ 4 പേർ അറിയുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ 2 വ്യക്തികൾ, ഒന്ന് ടോമേട്ടനും ഹാരിസൺ സാറുമാണ്. പിന്നെ അതിനുശേഷം അതിൽ കഥ എഴുതിയ മനുസാർ, നമ്മുടെ കൊട്ടാരക്കരയുള്ള മനുസാർ. ഇവരുടെ ആ അകമൊഴിഞ്ഞ ഉള്ള സ്നേഹവും വാത്സല്യവും ഒക്കെയാണ് എന്നെ വലിയ കാര്യമായിരുന്നു. എല്ലാത്തിലും എന്നെ വിളിച്ച് വേഷങ്ങൾ തരും. അങ്ങനെ ആ പമ്പരം ചെയ്താണ് ഞാൻ അറിയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. രാത്രിയിൽ നാടകത്തിന് ചെല്ലുമ്പം പറമ്പുകളിലൊക്കെ പമ്പരം കണ്ടതിൻ്റെ ആൾക്കാർ വളരെ ആകാംക്ഷയോടെ വരികയും എന്നോട് ബന്ധപ്പെടുകയും പമ്പരത്തിലെ കഥകൾ പറയുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. നാടകം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സീരിയലിൽ പോകും. അതൊരു നല്ല സമയമായിരുന്നു. ഞാൻ ഡാനിയൽ അച്ചായൻ, പുനലൂർ ഡാനിയൽ അച്ചായനെ ഒന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം അവരെല്ലാം അത്ര കണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊന്നല്ല, ഞാനുമായി പരിചയപ്പെടുന്ന ഒത്തിരി മനുഷ്യർ, ഒത്തിരി ആൾക്കാർ, നല്ല വ്യക്തികൾ എന്നെ ഒത്തിരിയും സ്നേഹിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും നമ്മളൊരു തുച്ഛമായിട്ടെങ്കിലും ഈ കലയിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കേട്ടോ, പമ്പരം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സീരിയലായിരുന്നു. അതിൽ അഭിനയിച്ച എല്ലാവരും തന്നെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. കാരണം അന്ന് ഞങ്ങൾ കഞ്ഞിപ്പാടത്ത് ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് മമ്മൂക്കയും മനോജ് കെ ജയൻ ചേട്ടനും ഞാനും, ഞങ്ങളെ 3 പേരെയാണേ അറിയത്തുള്ളൂ. കാരണം അവിടെ കേബിളില്ല, ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെയൊക്കെ എല്ലാവരും അറിയുമായിരുന്നു. പിറ്റേ ദിവസം അവിടെ ഇതിലൊക്കെ കൊച്ചു വാർത്തയൊക്കെ വന്നായിരുന്നു, ഈ ദൂരദർശൻ്റെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീടാണ് ഈ കേബിളൊക്കെ വരുന്നത്. അതിനു മുമ്പ് ഈ ദൂരദർശനായിരുന്നു കേരളം മൊത്തം ഉണ്ടായിരുന്നത്. അപ്പം അതിൽ ആ ഒരു നല്ല സമയത്താണ് പമ്പരം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നീട് തട്ടിമുട്ടിയിലൊക്കെ എങ്ങനെയാണ് വരുന്നത്? തട്ടിമുട്ടിയിൽ വരുന്ന അതിൻ്റെ ഒരു കഥ എഴുതുന്ന എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞൊരു ചെറിയ സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞു പോകുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എറണാകുളത്താണ്. അപ്പം ഞാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ചെല്ലുന്നുണ്ട്. തട്ടിമുട്ടിയിലും നമ്മുടെ മഞ്ജുപിള്ളയും KPC ഉള്ളത് ചേച്ചിയും പിന്നെ സിദ്ധാർത്ഥും അവരും ഒക്കെയാണ്. അപ്പം ഞാൻ ആദ്യം ചെല്ലുമ്പോൾ അവരോട് വലിയ പരിചയമൊന്നുമില്ല. എന്നാലും അതിൽ കുറച്ച് വേഷം ചെയ്യാൻ പറ്റി. അത് ലളിത ചേച്ചിയോടൊപ്പം ഒക്കെ അതൊക്കെ വലിയ എക്സ്പീരിയൻസ്, അവരൊക്കെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. പിന്നെ അതിനെ തുടർന്ന് കുറേ സീരിയലുകളിൽ ലളിത ചേച്ചിയോടൊപ്പം അഭിനയിച്ചു. വേറെ ഞാൻ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പം പമ്പരം, പകട പമ്പരം, ഇന്ദുമുഖി, ചന്ദ്രമതി, അത് മല്ലിക ചേച്ചിയായിട്ടാണ്. അത് കുറേ എപ്പിസോഡ് 100-300 എപ്പിസോഡോളം പോയതാണ്. അതിലൊരു 10-150 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ദുമുഖി, ചന്ദ്രമതി, സതി ലീലാവതി, നമ്മുടെ അമൃതയിൽ വന്ന, അതിനകത്ത് കൽപ്പന ചേച്ചിയുടെ അമ്മാവനായിട്ട് ഷാരോണും കൽപ്പന ചേച്ചിയും ഭാര്യ ഭർത്താവും അവരുടെ ആര് വെച്ച ഒരു അമ്മാവനായിട്ടാണ് അതിൽ അഭിനയിച്ചത്.
അത് കഴിഞ്ഞ് കൂട്ടുകുടുംബത്തിൽ നമ്മുടെ മലയാളത്തിന്റെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാറും മഹാനടനുമായിരുന്ന മധു സാറിന്റെ ഓഫീസ് സ്റ്റാഫായിട്ടാണ്, പിയൂണായിട്ടാണ്, അദ്ദേഹമായിട്ടാണ് അതിൽ അഭിനയിക്കാൻ പറ്റിയത്. പിന്നെ മണവാട്ടി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, മമ്മൂക്ക നിർമ്മിച്ച് ഹാരിസൺ സാർ സംവിധാനം ചെയ്ത ഒരു കൈരളി വന്ന ഒരു സീരിയലാണ് മണവാട്ടി. അതിൽ നെടുമുടി വേണുചേട്ടൻ്റെ കൂടെ ഒരു സീനിൽ അഭിനയിക്കാൻ പറ്റി. അതൊക്കെ എൻ്റെ ആദ്യകാലങ്ങളിലാണ്. അദ്ദേഹം ഈ വഴി ചോദിച്ചു വരുന്നത് എൻ്റെ അടുത്താണ്. ഞാനിങ്ങനെ കുടിച്ച് വല്ലാതെ നിൽക്കുന്ന സമയത്ത് വഴി ചോദിക്കുന്നു. ഞാൻ വഴി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് സിനിമാ നടൻ നെടുമുടി വേണുവല്ലേ എന്ന്. അങ്ങനെ ഞാൻ ബഹളം വെച്ച ആൾക്കാരൊക്കെ കൂടി വല്ലാത്തൊരു സീനായി വരുന്നതൊക്കെ. അപ്പോൾ സീൻ കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് ചോദിച്ചു, പേരൊക്കെ ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. എന്തെടുത്ത്? ഞാൻ പറയാം നാടക പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. ഏതൊക്കെ? ഞാൻ പറഞ്ഞു തെരുവ് നാടകം, അമച്വർ, പ്രൊഫഷണൽ, നാടകത്തിൻ്റെ കഥയെല്ലാം പറഞ്ഞു. നാടകത്തിൽ തെരുവ് നാടകമൊക്കെ ഭയങ്കര സംഭവങ്ങളാണ് അല്ലേ? അവർക്കറിയാം. കാരണം കലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അറിയാം നാടകത്തിൻ്റെ ആഴവും കരുത്തും. പ്രത്യേകിച്ച് തെരുവ് നാടകം എങ്ങനെയാണ് ഒരു നടനെ മോൾഡ് ചെയ്തെടുക്കുന്നത്, കരുത്തനാക്കുന്നത്, എല്ലാ കലാകാരന്മാർക്കും അറിയാവുന്ന കാര്യമാണ് നാടകത്തിൻ്റെ കരുത്ത്. നമ്മുടെ അമൃത ടി വിയിൽ പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം എന്ന് പറയുന്ന സീരിയല് നോവല് സീരിയലാക്കുകയാണ്. അപ്പോൾ അതിൽ കുഞ്ഞേനച്ഛനായിട്ട് വരുന്നത് നമ്മുടെ ഭരത് മുരളി സാറാണ്. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ അരുൺ പിള്ള സാറാണ്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചതിനകത്തൊരു വേഷമുണ്ട്, അതൊരു പോലീസുകാരനായിട്ട്. നമ്മുടെ കരുനാപ്പള്ളി ഭാഗത്ത് വെച്ചാണ് അതിൻ്റെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് ഇവിടുന്ന് പോയി വരാനും. അപ്പോൾ അതിലൊരു പോലീസുകാരൻ്റെ വേഷം, അത് സിനിമയിൽ മണവാളൻ ജോസഫ് എന്ന് പറയുന്ന അതുല്യനായ നടൻ സിനിമയിൽ ചെയ്ത വേഷമാണ് സീരിയലിൽ ഞാൻ ചെയ്തത്. അതൊരു നല്ല അനുഭവമായിരുന്നു. അതേപോലെ ഒരു ക്ലാസിക്കൽ സീരിയലിൽ ഒരു ചെറിയ വേഷം ചെയ്യാൻ പറ്റി. പിന്നെ നിങ്ങളുടെ സ്വന്തം ചന്തു എന്ന് പറയുന്ന ഒരു സീരിയൽ, അതിലാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറുകളിൽ ഒരാളായ നമ്മുടെ ഇദ്ദേഹം ഉള്ളത്, ബിജു മേനോൻ, ആദ്യമായിട്ട് സീരിയൽ അഭിനയിക്കുന്നത്. അപ്പം അതിൽ ഒരു വേഷം ചെയ്തു. പിന്നെ അങ്ങനെ നിരവധി 10-36 പരം സീരിയലുകളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷം ചെയ്യാൻ ഇപ്പം അവസാനമായി ഇപ്പോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത് സുഹാസിനി എന്ന് മല്ലിക ചേച്ചിയുടെ കൂടെ ചെയ്തത്. കുടുംബ പോലീസ്, കൈരളിയിലെ കുടുംബ പോലീസ് എന്ന് പറയുന്ന, പിന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബെഞ്ചിത് സാറിൻ്റെ ഇതിലാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കഥ പറയുന്നത്. അതിൽ റെയിൽവേ പോലീസായിട്ട്. പിന്നെ നിരവധി ടെലിഫിലിമുകളിൽ ചെയ്തിട്ടുണ്ട്. ഭാര്യ ബിന്ദു അല്ലേ? അപ്പൊ ബിന്ദു ചേച്ചിയെ പരിചയപ്പെടുന്നത് ശരിക്കും എങ്ങനെയായിരുന്നു? അത് ഒരു സംഭവമാണ്. കാരണം 94 ഞാൻ ബിന്ദുവിനെ പരിചയപ്പെടുന്നത്. 95, 94, 95. അന്ന് ഞാൻ തിരുവനന്തപുരം സചേതനയുടെ സമ്രാട്ട് എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ സമയമാണ്. അപ്പം തിരുവനന്തപുരം ഓലത്താന്നിയിലാണ് ഈ റിഹേഴ്സൽ നടക്കുന്നത്. എക്കാലത്തെയും നാടകത്തിലെ സൂപ്പർ സംവിധായകനായ സതീഷ് സംഗമിത്ത ചേട്ടനാണ് നാടക സംവിധാനം ചെയ്യുന്നത്. ചേട്ടൻ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ സ്വന്തം സമിതിയായ സംഗമിത്രയുടെ നാടകമുണ്ട്. അപ്പം രാവിലെ 2:30-3 മണിക്കൊക്കെയാണ് റിഹേഴ്സൽ ചെയ്യുന്നത്. അതിനകത്ത് തൃശ്ശൂർ വിശ്വം എന്ന് പറയുന്ന അസാധ്യ ഒരു നാടകകൃത്തുണ്ട്, അദ്ദേഹമാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് ഇപ്പോഴത്തെ സൂപ്പർ സംവിധായകൻ സുരേഷ് ദിവാകരനാണ് അതിൻ്റെ ഒരു പ്രൊഡ്യൂസറും പ്രധാന നടനും. ഒരു സുനിലും സുരേഷ് ദിവാകരനും കൂടിയാണ് ഈ നാടകം നിർമ്മിക്കുന്നത്. അപ്പം നായകൻ, ഇവർ രണ്ടുപേരും നല്ല തുല്യ വേഷങ്ങളിലാണ്. ഒരാൾ നായകനും ഒരാൾ വില്ലനും. അപ്പം അതിൽ നാടകത്തിൻ്റെ 90% ജോലികൾ തീർന്ന് ഇനി ഒരു പാർട്ടി സീൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സതീഷ് ചേട്ടൻ ഒരു രാവിലെ 3 മണിക്ക് നെയ്യാറ്റിൻകരയിൽ എവിടെയോ നാടകം കഴിഞ്ഞിട്ട് ഓലത്താന്നിയിൽ വന്ന് നമ്മുടെ പാർട്ടി സീൻ എടുക്കും. അപ്പം നമ്മളെല്ലാം സജ്ജമായിരിക്കുകയാണ്. അപ്പോൾ ഒരു 2:30-3 മണിയായപ്പോഴത്തേക്ക് അദ്ദേഹം വന്നു, സതീഷ് ചേട്ടൻ വന്നു. നാടകത്തിൻ്റെ ഇറങ്ങിൽ പാർട്ടി സീൻ എടുക്കുന്നു. മുന്നിൽ നായികയും നായകനും കൂടിയിട്ട് പാടി അഭിനയിക്കുന്നു. പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഈ കൊയ്തുകൊണ്ട് കറ്റ കൊണ്ടുപോകുന്നതും അങ്ങനെ ചില ഈ ഷാഡോ പ്ലേയിൽ ചില സീനുകളൊക്കെ വരും. അതൊക്കെ സീനൊക്കെ ചെയ്ത് ഒരു 5-5:30 മണിയായപ്പോഴത്തേക്ക് റിഹേഴ്സൽ കഴിഞ്ഞ് ഞാൻ ഒരുങ്ങി തിരിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു 7-8 മണിയായപ്പോഴത്തേക്ക് അരിസ്റ്റോ ജംഗ്ഷനിൽ വന്നു. അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് സംഗീത കോളേജിലേക്ക് പോകുന്ന വഴി 3-4 പെൺകുട്ടികൾ പോകുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയ സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. ഒരിഷ്ടം തോന്നി. ആ ഇഷ്ടം പിന്നെ ഫോളോ ചെയ്തു. അങ്ങനെ ആളിനെ വിളിച്ചു നിർത്തി പറഞ്ഞു. അങ്ങനെ പിന്നെ അവരെ വീട്ടിൽ അവതരിപ്പിച്ചു. അവരെ വീട്ടിൽ ചെന്ന് പറഞ്ഞതൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അതെനിക്കിങ്ങനെ താടിയൊക്കെ ഉള്ള സമയമായിരുന്നു. അതുകൊണ്ട് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. താടിയൊക്കെ എടുത്ത് ക്ലീൻ ഷേവായിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇവരമ്മയുടെ അടുത്ത് പറഞ്ഞു, ഈ ഇവിടുത്തെ പെണ്ണും ഒരാളുമായിട്ട് ഭയങ്കര സ്നേഹവുമാണ്. അപ്പോൾ അവർക്ക് വലിയ സന്തോഷം.
ഒരാൾ വന്ന് പറയുവാണല്ലോ, ഉം. തിരുവനന്തപുരത്ത് പഠിക്കുന്ന മോൾ ആരുമായിട്ട് സ്നേഹത്തിലാണ് എന്നൊരു ദൂതൻ വന്ന് പറയുമല്ലേ. അപ്പൊ എന്നോട് ഒരു പ്രത്യേക സ്നേഹം. ഉം. അടുത്ത നിമിഷം ഞാൻ പറഞ്ഞു, ഞാനാണ് ആ കക്ഷി. ഭാഗ്യത്തിന് ഈ ആങ്ങളമാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് എൻ്റെ കൂടെ അയക്കണം. അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ ആലോചിച്ച് ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. ചേട്ടന്മാരെല്ലാം സമ്മതിച്ച് ഇവിടുന്ന് ചെന്ന് പെണ്ണ് കണ്ട് കല്യാണം കഴിച്ച് 2000-ലായിരുന്നു കല്യാണം. ഇതിനോടൊപ്പം ഞങ്ങളിങ്ങനെ ആനന്ദകരമായിട്ട് ജീവിക്കുന്നു. പാട്ട് പഠിച്ചിരുന്ന ആൾ പിന്നെ എൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിച്ചു. നാടകത്തിൽ ഒത്തിരിയും തലങ്ങളിൽ വർക്ക് ചെയ്ത്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടനെ കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ കണ്ടുമുട്ടൽ? കണ്ടുമുട്ടൽ ഭയങ്കര രസമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ ക്ലാസ്സിന് പോവും. ഞാനും വേറെ എൻ്റെ കൂടെ 2-3 ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഉം. അപ്പൊ പോയപ്പോ ഒരാളിങ്ങനെ അപ്പം പിന്നെ അന്നേരം അതിനു മുന്നേ ഞങ്ങൾ ഹോസ്റ്റലിൽ ഇങ്ങനെ പറയും മക്കു മേനാഗപ്പള്ളി, മക്കോണ്ണൻ എന്ന് പറയും. അപ്പോ പിന്നെ അണ്ണൻ ഭയങ്കരമായിട്ട് ഫ്ലൂട്ട് വായിക്കും, ഭയങ്കര കോമഡിയാ ഉം. എന്നൊക്കെ ഇങ്ങനെ ഹോസ്റ്റലിൽ പറയും. ഈ ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വന്നിട്ടുള്ള. അപ്പം ഇങ്ങനെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഈ മക്കുമേനാപ്പള്ളി ഒന്ന് കാണണമല്ലോ എന്നിങ്ങനെ ഉണ്ടായിരുന്നു. ഉം. അപ്പോൾ ഫസ്റ്റ് കാഴ്ചയെന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എന്റെ അവ ഇങ്ങനെ വരുന്നു ഒരാൾ. അപ്പം ഈ പുഷ്പ എന്ന് പറഞ്ഞ ചേച്ചി വലിയ ഗായികയാ. അപ്പം ഗായിക മാത്രമല്ല, പുള്ളി പിന്നെ നേഴ്സാണ് ചെങ്ങന്നൂര്. ഈ പിന്നെ കുറേ പേർക്ക് പിന്നെ കോവിഡ് സമയത്ത് വാക്സിൻ എടുത്ത് ഒരു 900-ഓളം പേർക്ക് ഒറ്റ ദിവസം കൊണ്ട് വാക്സിൻ എടുത്ത് ഗിന്നസ് ബുക്കിലൊക്കെ പേര് വന്ന ആളാണ്. അപ്പോൾ പുഷ്പ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ബിന്ദു ഇതോ വരുന്നതാണ് മക്കുമേനാഗപ്പള്ളി, മക്കോണ്ണൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അപ്പോഴാണ് എന്നെ ഇദ്ദേഹം ശ്രദ്ധിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ നോക്കിയപ്പം ഇയാളോ, ഇങ്ങനൊരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ എനിക്കിഷ്ടമല്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ കോളേജിൽ പോകുമ്പോൾ എൻ്റെ കൂടെ അവിടെ വരും, കോളേജിൽ വരും എൻ്റെ പുറകെ അവിടെ വന്നിട്ട് തിരിച്ച് പിന്നെ ഈ നാടകമൊക്കെ ഉള്ള സമയത്ത് തൃശ്ശൂരൊക്കെ ഞാനും മൈൻഡ് ചെയ്യത്തില്ല. ഞാനും ക്ലാസ്സിന് പോയിട്ട് ഈ ക്ലാസ് ടൈമിലൊക്കെ പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഇന്റർവെൽ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വീണ സെക്ഷനാണ്. അവിടെ ഭയങ്കര സ്ട്രിക്റ്റാ ടീച്ചർമാരൊക്കെ. അപ്പോൾ പിന്നെ ആ ഇന്റർവെൽ സമയത്ത് ഞങ്ങളിങ്ങനെ വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരി പറയാം, സുമ പറയാം, ദൂ വന്ന് നിപ്പോണ്ടടി അവിടെ നിപ്പോണ്ടെന്ന് പറയും കേട്ടോ. അപ്പൊ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഇവരുടെയൊക്കെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞാൻ ഇനി പോരും. അപ്പോൾ അവിടെ നിന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കും. ഞാൻ ചെല്ലത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇദ്ദേഹം എന്നെ കാണാനായിട്ട് അവിടെ തിരുവനന്തപുരത്ത് വരും, മ്യൂസിക് കോളേജിന്റെ ഫ്രണ്ടിൽ വരും. വന്നിട്ട് അത് ചിലപ്പോൾ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും ഒക്കെ ആയിരിക്കും. നാടകം കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ ഇങ്ങ് വരിക. ഇവിടെ വന്ന് 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കോളേജിൽ എത്തുമല്ലോ. അപ്പൊ അവിടെ വരുമ്പോൾ വന്ന് എന്നെ കാണും. മിണ്ടത്തൊന്നുമില്ല. അതങ്ങനെ ഒരു 3-4 വർഷത്തോളം അങ്ങനെയായിരുന്നു. മിണ്ടത്തില്ല. മിണ്ടാതെ ഇങ്ങനെ വന്ന് കാണും, തിരിച്ചു പോകും. എൻ്റെ കൂടെ ഞാൻ ചിലപ്പം വർക്ക് നാടകമൊന്നും ഇല്ലാത്ത സമയത്ത് എൻ്റെ പുറകെ ബസ് സ്റ്റോപ്പിൽ വരും. അവിടെ വന്ന് ഞാൻ ബസ് കയറി പോകും, തിരിച്ചിഞ്ഞു വരും ആള്. അങ്ങനെയായിരുന്നു. പിന്നീട് വന്ന് വീട്ടിൽ വന്ന് ചോദിച്ച് ഇങ്ങനെ എങ്ങനെയായിരുന്നു അമ്മ എങ്ങനെ പ്രതികരിച്ചു ചേട്ടൻ വന്നത്? ഇങ്ങനെ മകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, ഇപ്പൊ അവള് പഠിച്ചോണ്ടിരിക്കുവല്ലേ, അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഇത് കോഴ്സൊക്കെ കഴിഞ്ഞു. ഞാന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് തിരുവനന്തപുരത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് കയറുന്നായിരുന്നു അവിടെ സംസ്കൃത കോളേജിൽ. അപ്പൊ അത് ആ സമയത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞു. കഴിഞ്ഞ സമയത്തായിരുന്നു കല്യാണം. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് തന്നെ അവിടെ സംസ്കൃത കോളേജിൽ വ്യാകരണം ചേർന്നു. ആ സമയത്ത് മോള് ജനിക്കുന്നത്. പിന്നെ അതോടുകൂടി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് നിർത്തി. പിന്നെ ഇവിടെ ഗാനഭൂഷണം ശരിക്കും എത്ര വർഷത്തെ കോഴ്സാ? 4 വർഷത്തെ കോഴ്സ്. അതിനുശേഷമാണ് പ്രീ ഡിഗ്രിക്ക് പിന്നെ സംസ്കൃത കോളേജിൽ ചേരുന്നത് അല്ലേ? ഓക്കെ. പിന്നെ കണ്ണൂര് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അവരുടെ കാക്കാരിശി നാടകത്തിൽ വരുന്ന നടിമാരൊക്കെ കല്യാണം കഴിച്ച് പോവുമായിരുന്നു. പാർവതിയായിട്ട് വരുന്ന നടിമാരെല്ലാം വരും. പിറ്റേ വർഷം ആകുമ്പോൾ അവര് കല്യാണം കഴിഞ്ഞു പോകും. പിന്നെ പിറ്റേ വർഷം ആകുമ്പോൾ കല്യാണം കഴിഞ്ഞു പോകും. അങ്ങനെ അപ്പം പിന്നീട് വർഷം വന്നപ്പോഴത്തേക്ക് 2-3 നടിമാർ അങ്ങനെ കല്യാണം കഴിഞ്ഞു പോയി.
ഒരു പ്രോഗ്രാം വന്നു, ഓണത്തിന് പ്രോഗ്രാം വന്നു. അപ്പോൾ ഇങ്ങനെ നടിയില്ല. അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ചെയ്യാവോ? ഞാൻ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് റിഹേഴ്സലൊക്കെ എടുത്തു. കണ്ണൂർ വെച്ചായിരുന്നു എൻ്റെ പിന്നെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പിന്നെ അത് പക്ഷെ ഒരു ചെറിയ അല്ല, അതിന് മുന്നേ ഉണ്ടായിരുന്നല്ലേ, അതിന് മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ അതും ഇതേ കണക്ക് നമുക്ക് പിന്നെ ഈ വിനോദസഞ്ചാര വകുപ്പിന്റെ പ്രോഗ്രാം ആയിരുന്നു. കുറെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിന് കണ്ണൂർ പോയി. ഇപ്പോൾ കാക്കാത്തിയായിട്ടായിരുന്നു ഞാൻ അഭിനയിക്കുന്നത്. ഫസ്റ്റ് ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറി വന്ന്, അപ്പൊ ഡാൻസ് കളിച്ചോണ്ടാ കയറി വരേണ്ടത്. കയറി ഇങ്ങോട്ട് വന്നതും സ്റ്റേജിലങ്ങ് വീണ്, കാല് മടങ്ങി സ്റ്റേജ് വീണ്. പിന്നെ അവിടെ കിടന്ന എന്തോ ഒരു തരികിടയായിരുന്നു. പിന്നെ കാക്കാൻ വന്ന് പിന്നെ പൊക്കിയെടുത്തു. കാക്കാനായിരുന്നല്ലോ. അപ്പോ അങ്ങനെ പിന്നെ അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ശരിക്കും പാട്ട് അധ്യാപികയും കൂടിയാണ് അല്ലേ? പാട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പാടാം. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. ചന്ദനക്കട്ടിലിൽ പാതിരാവിരിച്ചിട്ട് ചെമ്പകവിൻ മലർത്തൂവിരിപ്പിൽ. ചന്ദനക്കട്ടിലിൽ പാതിരാവിരിച്ചിട്ട് ചെമ്പകവിൻ മലർത്തൂവിരിപ്പിൽ മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമം മകരന്ദമഞ്ഞരീ. മധുവിധുരാവിനായി ചുണ്ടുകളിൽ പ്രേമം മകരന്ദമഞ്ഞരീ. താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമെത്തയിലുരുണ്ടും മയക്കം വരാതെ മാനത്തു കിടക്കുന്നു മധുമാസ സുന്ദര ചന്ദ്രലേഖ. മധുമാസ സുന്ദര ചന്ദ്രലേഖ. മോൾ ആദ്യമായിട്ട് എഴുതിയ നാടകത്തില് പാട്ടുപാടി അല്ലേ? അതെങ്ങനെയായിരുന്നു? കുട്ടികൾക്കും ഈ കലാപരമായ കഴിവുകൾ ഉണ്ടോ? ഉണ്ട്. മോൻ ചെറുതായിട്ട് പാട്ട് പാടും. പിന്നെ മോള് ഡാൻസ് ചെയ്യും. അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അവൾക്ക് ഡാൻസ് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. കഥക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നെ പക്ഷെ അതൊന്നും ഇവിടെ പഠിപ്പിക്കുന്ന ആരുമില്ല വന്നത്. അപ്പം പിന്നെ അവളാണ് നാടകം എഴുതിയത്. ബാക്കിയത് എണ്ണം പറയും മോളുടെ കാര്യം. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഒരു പാട്ട് പാടി, 2 എണ്ണം പാടിയായിരുന്നു. ഒരു പാട്ടെന്ന് പറഞ്ഞാല് ആദിനാഗ തമ്പുരാട്ടി അമ്മ ദൈവം കർത്തൃദേവി. ആദിനാഗ തമ്പുരാട്ടി അമ്മ ദൈവം കർത്തൃദേവി. അങ്ങനെ ഉള്ളൊരു പാട്ടാ.
ഒരു പിന്നെ പുള്ളുവപ്പാട്ട് അത് മോള് എങ്ങനെയാണ് ഒരു കലാരംഗത്തെ മോളുടെ ഒരു യാത്ര എങ്ങനെയാണ്? അത് ഫുള്ളും അച്ഛനാണ് അതിന്റെ ഗൈഡൻസ് ഒക്കെ credit. കൊടുക്കുന്നത് അല്ലെ? മോള് പാട്ട് ഞങ്ങളുടെ അമ്മ മൊത്തം തന്നെയാണോ പാട്ട് പഠിപ്പിക്കുന്നതൊക്കെ? അവള് പാടുന്ന കാര്യം ബുദ്ധിമുട്ടാ. അവള് പാടുമ്പോഴേ പറയും, ഞങ്ങള് പറയും പാടണ്ടെന്ന് പറയും. പക്ഷെ ഭയങ്കര വീട്ടിൽ നിന്ന് പാട്ടും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഡാൻസും ഒക്കെയാ, ഭയങ്കര ഡാൻസാ. പിന്നെ മോൻ പാടും ചെറുതായിട്ട്. മോൻ പാടും. മോനെ പഠിപ്പിക്കുന്നുണ്ടോ? എവിടെയാ, ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തി അവൻ ഇരിക്കത്തില്ല. ഇരിക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് ഞാനിങ്ങനെ നമ്മുടെ പ്രിയ ടീച്ചറിന്റെ അടുത്തൊന്ന് പറഞ്ഞു. പ്രിയ ടീച്ചറിന് വലിയ ഇഷ്ടമാ. പ്രിയ ടീച്ചർ പറഞ്ഞ അയാള് അനുസരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ